അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടേ ഓമനാമ സ്പെഷ്യൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ഇഷ്ടം പോലെ ചക്കയുണ്ട്, എവിടെ നോക്കിയാലും പല വെറൈറ്റി ചക്കകളുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ചക്ക ഇട്ടുകൊണ്ട് വന്ന് അതിന് പൊളിച്ചെടുത്തിട്ട് ഞങ്ങളൊരു പുഴുക്കുണ്ടാക്കാൻ പോവാം. പുഴുക്കും നല്ല ചിക്കൻ കറിയുണ്ട്. ആ പുഴുക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിലേക്ക് ഇച്ചിരി ചിക്കൻ ചാറൊക്കെ അങ്ങ് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ഒരു ചിക്കൻ പീസൊക്കെ വെച്ചിട്ട് കഴിക്കാം. അതെന്തായാലും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ച് കാണിക്കാം കേട്ടോ. കറി ഉണ്ടെങ്കിൽ ചക്ക ഇത് പോരാ കേട്ടോ. ചക്ക കട്ടിയും ഒരു ചോള തിന്നുന്നതൊക്കെ നാച്ചുറലാണ്. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബഡ് ചെയ്ത പ്ലാവൊന്നുമല്ല കേട്ടോ, നോർമലി ഇവിടെ വെച്ച് പിടിപ്പിച്ച പ്ലാവാണ്. മറ്റേത് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കുറവാകുമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഒരു ചക്കയും കൂടെ ഇട്ടിട്ട് അതും കൂടെ കൂട്ടി പുഴുങ്ങാന്ന്. ഒരെണ്ണം വരിക്കയും ഒരെണ്ണം കൂഴയാണ് കേട്ടോ ചക്ക. പക്ഷെ നമ്മൾ ഈ ചക്കപ്പുഴുക്ക് ചെയ്യുന്നത് നോർമലി എല്ലാവരും തന്നെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ പഴയ കാല ആ ഒരു കൂട്ടുകുടുംബമൊക്കെ ഇല്ലേ, കൂട്ടുകുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള അമ്മമാര് അച്ഛന്മാരും അതേപോലെ കൊച്ചുമക്കളും മക്കളും മുത്തശ്ശന്മാരും ഒക്കെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കുറേ കഥകളൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് അരിഞ്ഞ് അത് പുഴുങ്ങി ഒരുമിച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമുക്കതൊന്നും കാണാം. എല്ലായിടത്തും അണുകുടുംബങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു വീട്, ഫാമിലിയായിട്ട് അവരവരുടെ ഫാമിലിയായിട്ട് താമസിക്കുന്നു. അപ്പം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനുള്ള ചെയ്യാനുള്ള സമയങ്ങളൊന്നും കിട്ടില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ ചേച്ചിമാരെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ കൂടെ ഇങ്ങനെ അവരുടെ പഴയ കഥകളും അവർ പണ്ട് ഉണ്ടാക്കി അവരുടെ കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളും അവരത്രയും കഷ്ടപ്പെട്ട് ചക്കപ്പഴമൊക്കെ അല്ലെങ്കിൽ ചക്ക മാങ്ങ അതൊക്കെ മാത്രം കഴിച്ച് ജീവിച്ച കാലങ്ങളും ഒക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് നമുക്ക് കുറച്ച് സന്തോഷം ഉണ്ടാവും, കുറച്ച് സങ്കടം ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു വൈബാണ്. അതൊക്കെ കേട്ടിരുന്ന ഈ ഒരു കാര്യം ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും മിസ്സാവുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള ആ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇവർ ചക്ക വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളൊരു പ്രധാന കാരണവും ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി മാത്രമാണ് കേട്ടോ. അങ്ങനെയുണ്ട്, അടിപൊളിയാ. ഇതേ ഇവിടെ കഴിക്കണുണ്ടോ ഓമനാമ്മ, നല്ല ചക്കപ്പുഴുക്കിനകത്തേക്ക് നല്ല ചിക്കൻ ചാറൊക്കെ കുഴച്ചിട്ട് ചിക്കന്റെ പീസൊക്കെ വെച്ചിട്ടാണ് അങ്ങ് തട്ടുന്നത്. ഇവിടെ പിന്നെ പച്ചയ്ക്കാണ് കഴിക്കുന്നത്, ചിക്കൻ വേണ്ട. ഇവിടെ അതേ മുളകടിച്ച്, ഞാനും മുളകടിച്ച് കഴിക്കാം. ചിക്കൻ അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ട് മുളകടിച്ചതും കൂട്ടിയാണ് കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാ. ഇപ്പോഴാണ് ചിക്കൻ്റെ ഒക്കെ ആ ഒരു ഇത് വന്നത്. ഈ പണ്ടൊക്കെ ചിക്കനൊന്നും അങ്ങനെ അധികം ഇല്ലല്ലോ അല്ലേ. അപ്പൊ ചക്കപ്പുഴുക്കിന്റെ കൂടെ എന്നാ കഴിക്കുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ പണ്ട് വിഷുവിനൊക്കെ പാൽക്കഞ്ഞിയുടെ കൂടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കില്ലേ, ഇപ്പോഴും ഉണ്ടാക്കുന്നവരുണ്ട്. അതായത് കൂത്താട്ടോളം ഭാഗങ്ങളിലൊക്കെ കല്യാണമൊക്കെ നടക്കണമൊക്കെ തലേ ദിവസം ചക്കപ്പുഴുക്കും കോഴിക്കറി ചിക്കൻ കറി കല്യാണത്തിന് തലേ ദിവസം. ഞങ്ങളവിടെ ഞങ്ങളെ ഇടച്ചിയുടെ വീട്ടിൽ ചെന്നത് വലിയ കുട്ടൊക്കെ കഴിക്കാന്ന് ചെന്നത് ചിക്കൻ കറി. പക്ഷെ അതൊക്കെ ഒരു രസമല്ലേ, പ്രാധാന്യം. കിഴക്കോട്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും അതെ. ഇവന്റെ വീട് രാഹുലിന്റെ വീട് കോതമംഗലല്ലേടാ, അവിടെയൊക്കെ ചക്കയല്ലേ കൂടുതൽ, ചക്ക കപ്പ. ചക്കപ്പുഴുങ്ങണം എപ്പോഴും പറയണേ. ചക്കയുടെ നാട്ടില് ഇങ്ങനെ തോരൻ വെച്ചാൽ ഏറ്റവും സൂപ്പറാണ്. ഇറച്ചിക്കറി വയ്ക്കല്ലേ. ഇപ്പൊ പിന്നെ ഒരുപാട് വിഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ചക്ക കൊണ്ട്. ചക്ക കൊണ്ടോ ചക്ക വറക്കും, ചക്ക മടലോട് കൂടി വറക്കും. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ചക്കപ്പുഴുക്ക് ഞങ്ങൾ എന്തായാലും കഴിച്ചു തീർക്കട്ടെ. അപ്പൊ ഇതുപോലെ വേറെ എന്തെങ്കിലും ആയിട്ട് ഇവിടെ, കാരണം ഇഷ്ടം പോലെ ഫാമിലി ചക്കയുണ്ട്, അതുകൊണ്ട് നമ്മളത് ഒരെണ്ണം പറിച്ചെടുത്തിട്ട് പുഴുങ്ങി കഴിക്കണം എന്നുള്ള കൊതി കൊണ്ട് കഴിച്ചതാ. അപ്പൊ എന്തായാലും നമ്മൾ ഇതുപോലത്തുള്ള വേറെ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഓക്കെ, ബൈ ബൈ.